നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിൽ സമ്മാനമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം മഹത്വത്തിൻ്റെ വിവരണങ്ങൾ നൽകുകയാണ്. 2-ാം അധ്യായം നൊമ്പരത്തിൻ്റെ കഥകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോ തമ്പുരാൻ, വീഞ്ഞ് ഇല്ലാതായ അപമാനത്തിലേക്ക്, ദുഃഖത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോ തമ്പുരാൻ. ഏതാനും നാളുകൾക്ക് മുമ്പ് നൽകിയ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിലേക്ക് വരിക. ആലീസ് എന്ന് പറഞ്ഞ സഹോദരി എറണാകുളത്ത് ഒരു മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിക്കുകയാണ്. ഡോക്ടർമാർ ഇനിയൊന്നും ചെയ്യാൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിമിഷം, ആ സമയത്ത് ആ ആലീസിൻ്റെ സഹോദരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ആരാധനാ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തൽ നൽകി. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വെന്റിലേറ്ററിലായിരിക്കുന്ന ആലിസ് എന്നു പേരുള്ള ഒരു മകളെ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സഹോദരി വിശ്വസിച്ചു, ഇത് എൻ്റെ ചേച്ചി ആലീസ് തന്നെയാണ്. ആരാധന കഴിഞ്ഞ് വെളിയിലിറങ്ങിയ ആ സഹോദരി ഓടിച്ചെന്ന് ആലീസിൻ്റെ ഭർത്താവിനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ഇതാ ഐസിയുവിന് വെളിയിൽ കാവലിരിക്കുന്ന ഭർത്താവ്. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ചേച്ചിക്ക് അങ്ങനെ തന്നെ. എന്താ വിളിച്ചത്? ഇന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ പേര് പറഞ്ഞിരിക്കുന്നു, ഇതാ ചേച്ചി സുഖപ്പെടുകയാണ്. ചേട്ടൻ ചെന്നൊന്ന് അന്വേഷിച്ച്. ഈ മനുഷ്യൻ ആ സമയത്ത് എന്ന് വാതിലിൽ മുട്ടുന്നു. നേഴ്സുമാർ വരുന്നു. നേഴ്സുമാർ വന്നിട്ട് വരുമ്പോൾ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എൻ്റെ ഭാര്യയ്ക്ക്? ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആലീസ് കണ്ണു തുറന്നു, ഏതൊക്കെയോ വാക്കുകൾ സംസാരിക്കാൻ ആരംഭിച്ചു. പ്രിയ ദൈവ പൈതലേ, ജീവൻ വറ്റിപ്പോയ ഒരു ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് കടന്നു വന്ന ഒരനുഭവമാണ്. 2 ആഴ്ച മുമ്പ് ഈ അമ്മ അൾത്താരയിൽ വന്നു. അമ്മ സാക്ഷ്യപ്പെടുത്തിയത്, അന്ന് സൗഖ്യം കിട്ടിയതിൽ പിന്നെ തുടർച്ചയായിട്ട് ആലയത്തിൽ വരുന്ന അമ്മ. അമ്മയ്ക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. വളരെ വിഷമത്തോടെ എല്ലാ ചൊവ്വാഴ്ചയും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ കഴിഞ്ഞ ജൂൺ 30-ന് 2ാമത്തെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായി. കഴിഞ്ഞ ജൂൺ 30-ന് ഞങ്ങളുടെ ഇളയ മകന് 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിനെ തന്നു. അപ്പോഴും മൂത്ത മകന് മക്കളായില്ല. ഞാൻ കണ്ണീരോട് ചോദിച്ചു, എൻ്റെ മൂത്ത മകനെ നീ എന്താ അനുഗ്രഹിക്കാത്തത്? ഈ ഡിസംബർ മാസം 10-ാം തീയതി എൻ്റെ മൂത്ത മകൾക്ക് ഇപ്പോൾ 7 മാസം അവർ ഗർഭിണിയാണ്. 13 വർഷങ്ങൾക്ക് ശേഷം ഇതാ ആ മകൾക്ക്
കർത്താവ് കുഞ്ഞിനെ കൊടുക്കുക. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ അസാധ്യതകളിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ വറ്റിപ്പോയ അവസ്ഥകളിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ നിരാശയുടെ അനുഭവത്തിലേക്ക്, രോഗത്തിൻ്റെ അനുഭവത്തിലേക്ക് തമ്പുരാൻ കർത്താവ് ഇതാ ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 3-ാം ദിവസം യോഹന്നാൻ ഉത്ഥാനത്തിൻ്റെ സുവിശേഷകനാണ്. ഉത്ഥാനത്തിൻ്റെ സുവിശേഷകനാണ്. 3-ാം ദിവസം, 1-ാം ദിവസം സഹനത്തിൻ്റെതാണെങ്കിൽ 2-ാം ദിവസം മരണത്തിൻ്റെതാണ്, 3-ാം ദിവസം ഉത്ഥാനത്തിൻ്റെതാണ്. സുവിശേഷത്തിന് നൊമ്പരത്തിൻ്റെ അധ്യായം എഴുതുമ്പോൾ യോഹന്നാൻ ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ്. തന്നിൽ വിശ്വസിക്കുന്നവരാരും മരിച്ചു പോകാനുള്ളവരല്ല എന്ന് യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു 3-ാം ദിവസം ഉത്ഥാന അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഒരു തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തി, ഒരു രോഗപീഠയിൽ, ഒരു ദുരന്തത്തിൽ, ഒരു കടക്കണിയിൽ, ഒരു ജീവിത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ദൈവ പൈതലായിരിക്കാം നീ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം തരുന്ന വാഗ്ദാനമാണ് ഒരു 3-ാം ദിവസത്തിൻ്റെ അനുഭവം. യോനായുടെ ജീവിതത്തിൽ ഇതാ 3-ാം ദിവസത്തിൽ യോന വീണ്ടും ജീവൻ പ്രാപിക്കുന്നത് നമ്മൾ കാണുകയാണ്. വചനത്തിൻ്റെ പ്രത്യേകതയാണ് ഈ 3-ാം ദിവസത്തിൻ്റെ അനുഭവം. തിരുവചനം തുടരുന്നു. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന്. ഓരോ വിശ്വാസിയും പങ്കെടുക്കുന്നത് ഒരു വിവാഹ വിരുന്നിലാണ്. ജീവിതത്തിൽ ഒരു നൊമ്പരത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഒരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും, ഒരു പരാജയത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഒരു കടക്കണിയിലൂടെ കടന്നു പോകുമ്പോഴും, നീ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും നീ ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുക്കുകയാണെന്ന് ഒരു ദൈവ പൈതൽ നിശ്ചയം അറിഞ്ഞിരിക്കണം. നീ ഒരു വിവാഹ വിരുന്നിലാ. നിനക്ക് വേണ്ടിയുള്ള വിരുന്ന് വിളമ്പപ്പെടുന്ന ഒരു വിവാഹ വിരുന്ന്. തിരുവചനം നമ്മൾ കാണുന്നു. ഈശോ ആ കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ അമ്മ പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. ദൈവമക്കളെ, ഇതാ ഒരു തകർച്ചയിലേക്ക് ദൈവം ഇടപെടുന്നു. ദൈവം, നീ ഒരു തകർച്ചയിലാണെങ്കിൽ നിന്റെ തകർച്ച ദൈവം ഇടപെടുവാനുള്ള ഒരു വാതിലാണ് എന്ന് ഞാൻ തിരിച്ചറിയണം. നീ ഇന്നൊരു രോഗപീഠയിലാണെങ്കിൽ ഈ രോഗപീഠ ദൈവം ഇടപെടാനായിട്ട്, ദൈവം വെളിപ്പെടുവാനായിട്ടുള്ള ഒരു വേദിയാണെന്ന് ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. ഇതുപോലെ വീഞ്ഞു പറ്റിയ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്നു, ഇത് ദൈവം ഇടപെടുവാനുള്ള ഒരവസരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുവചനം പറയുന്നു, ഇതാ ഈശോ പറയുകയാ, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. സമയം തെറ്റിച്ച് ആ ജീവിതത്തിലേക്ക് ഈശോ തമ്പുരാൻ ഇടപെടുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്. എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. സമയമാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സമയം തെറ്റിച്ച് നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ മരണത്തിലേക്ക് നീ കടന്നു പോകുമ്പോൾ നിന്റെ സമയം തെറ്റിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നൊരു ദൈവം, എല്ലാവരും നിന്നെ കൈവിട്ടു നിൽക്കുമ്പോൾ, എല്ലാവരും കൈവിടുന്ന സമയത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവം, രോഗക്കിടക്കയിൽ നിന്റെ പ്രിയപ്പെട്ടവർ ചുറ്റിലുമിരുന്ന് കരയുമ്പോൾ, സമയം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ സമയം തെറ്റിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു ദൈവം. തിരുവചനം പറയുന്നു, ഈശോ പറഞ്ഞു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ദൈവ പൈതലെ, ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതമാകുന്ന ഭരണിയിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് തമ്പുരാൻ കർത്താവ് ആവശ്യപ്പെടുക. നീ നിറയ്ക്കുന്ന വെള്ളത്തെ അവിടുന്ന് അനുഗ്രഹത്തിൻ്റെ വീഞ്ഞാക്കും. നീ നിറയ്ക്കുന്ന പ്രാർത്ഥനയെ അവിടുന്ന് അത്ഭുതമാക്കി മാറ്റും. നീ നിറയ്ക്കുന്ന കണ്ണീരിനെ അവിടുന്ന് അഭിഷേക തൈലമാക്കി മാറ്റും. തിരുവചനം പറയുന്നു, ഇതാ വെള്ളം നിറച്ചു, അത് മേൽത്തരം വീഞ്ഞായി തീർന്നു. എല്ലാവരും ചോദിച്ചു, മേൽത്തരം വീഞ്ഞ് ഇനിയും എന്തേ വിളമ്പാതിരുന്നത്? ഇനിയും നിനക്ക് വേണ്ടി വിളമ്പപ്പെടാത്ത മേൽത്തരം വീഞ്ഞ് ഇതാ തമ്പുരാൻ കർത്താവ് ഈ സമയത്ത് ദൈവ പൈതലെ നിനക്ക് വേണ്ടി വിളമ്പാൻ പോവുക. ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നീ രുചിച്ചിട്ടില്ലാത്ത, ഇതുവരെ നീ തൊട്ടു നോക്കിയിട്ടില്ലാത്ത ഒരു മേൽത്തരം വീഞ്ഞ്
ദൈവമക്കളെ, 2000 വർഷങ്ങളായിട്ട് ഈ മേൽത്തരം വീഞ്ഞ് ഇന്ന് സഭയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേൽത്തരം വീഞ്ഞ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഈ മേൽത്തരം വീഞ്ഞ് തിരുവാൾത്താരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. നീ ദൈവ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ 2000 വർഷമായിട്ട് അണമുറിയാതെ ഒഴുകിയ അതേ മേൽത്തരം വീഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. ഒന്നാഗ്രഹിച്ച് ദൈവ പൈതലെ, നിറയ്ക്കുവൻ അവിടുന്ന് പറയുന്നു. നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് നീ നിറയ്ക്കുന്ന പ്രാർത്ഥന ഇന്നൊരു അത്ഭുതമായി മാറാൻ പോവുക. നിന്റെ ജീവിതത്തിൽ നിറഞ്ഞ കണ്ണീര് ഇന്നൊരു അനുഗ്രഹമായിട്ട് തമ്പുരാൻ കർത്താവ് മാറ്റാൻ പോവുക. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. കാനായിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു ചെന്ന പൊന്നു തമ്പുരാൻ അപമാനക്കൂടിനെ അഭിഷേക കൂടാരമാക്കി അവിടുന്ന് മാറ്റുകയാണ്. കണ്ണീർ കയത്തെ അനുഗ്രഹത്തിൻ്റെ തോരാ മഴയാക്കി അവിടുന്ന് മാറ്റുകയാണ്. തളർന്ന മനസ്സുകള് ദൈവസ്തുതികൾ ഉതിർക്കുവാൻ അവിടുന്ന് കാരണമാക്കുകയാണ്. എൻ്റെ ദൈവം ഇന്നെൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരിക. ദൈവ പൈതലേ, ഈ നിമിഷങ്ങൾ നിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നത് നിന്റെ പൊന്നു തമ്പുരാന. നിന്റെ ഈ നിലവിളി കേട്ട്, നിന്റെ അപമാനത്തെ തിരിച്ചറിഞ്ഞ്, നിന്റെ സങ്കടങ്ങളെ കണ്ട് നിന്റെ ദൈവം ഇതാ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ച മക്കളെ, നിന്റെ ജീവിതത്തിന്റെ കുറവുകള് നിന്റെ ഒരു ഭാഗ്യമായി മാറുകയാണ്. ഇതാ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിത സാഹചര്യത്തിലേക്ക് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ദൈവം കടന്നു വരികയാണ്. അതെ, വീഞ്ഞു തീർന്നു പോയൊരു വീട്, അഭിഷേകം തീർന്നു പോയൊരു വീട്, സ്നേഹം വറ്റിപ്പോയൊരു വീട്, നന്മ വറ്റിപ്പോയ, സന്തോഷം അപ്രത്യക്ഷമായ ഒരു കുടുംബമായിരിക്കാം നിൻ്റെത്. ഓ ദൈവ പൈതലേ, ഇതാ കർത്താവ് കടന്നു വരുന്ന നിമിഷങ്ങള് നിന്റെ സങ്കട കാരണങ്ങളെ ഇതാ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുകയാ. നിന്റെ ദുഃഖങ്ങള്, നിന്റെ കുടുംബത്തിന്റെ വേദനകള്, ഒരുപക്ഷെ നിന്റെ വീടിന്റെ 4 മതിലുകൾക്കകത്ത് ഒതുങ്ങുന്ന ദുഃഖങ്ങളെ ഇതാ കർത്താവ് ഒരു പുത്തൻ അനുഗ്രഹമായി മാറ്റാൻ പോവുക. ശൂന്യമായ കൽപ്പരണികളില് ദൈവത്തിന്റെ കൃപ
കൃപ നിറയാൻ പോവുക. നിന്റെ കുടുംബത്തില് ശൂന്യമായ അവസ്ഥകളിലേക്ക് ഇതാ തമ്പുരാൻ കർത്താവ് കടന്നു വരാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന്റെ സങ്കടങ്ങളൊക്കെ ഈ നിമിഷം ദൈവകരങ്ങളിലേക്ക്, സ്നേഹക്കുറവുകളെ, തെറ്റിദ്ധാരണകളെ ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുത്ത് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്ന വിശുദ്ധ നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ തീരട്ടെ. നിന്റെ വേദനകളൊന്ന് സമർപ്പിച്ച്, നിന്റെ വേദനകളൊന്ന് സമർപ്പിച്ച്, നിന്റെ കണ്ണീരൊന്ന് കൊടുത്ത്, നിന്റെ കഷ്ടപ്പാടുകൾ കൊടുത്ത്, നിന്റെ കുടുംബത്തിന്റെ അസ്വസ്ഥതകള്, നിന്റെ കുടുംബത്തിലെ വേദനകള് യേശുവേ, യേശുവേ, രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച്, രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച്, നാളുകളായിട്ട് രോഗപീഠകള്, നാളുകളായിട്ട് തകർച്ചകള്, മക്കളെ ഓർത്തുള്ള പ്രാർത്ഥനകള്, വിവാഹം നടക്കാത്ത മക്കള് ഇതാ ഭവനത്തില്, ജോലിയിലാ നിൽക്കുന്നവര് ഇതാ ഭവനത്തില്, ദൈവത്തിൽ അകത്ത് കഴിയുന്നവര് ഇതാ ഭവനത്തില്. യേശുവേ, യേശുവേ, യേശുവേ. സാമ്പത്തികമായിട്ടുള്ള നിന്റെ ബുദ്ധിമുട്ടുകള്, നിന്റെ കടക്കണികള്, സാമ്പത്തിക ബാധ്യതകള് ഒക്കെ ഒന്ന് സമർപ്പിച്ച്, നിന്റെ കുടുംബത്തിൽ നിന്ന് അനുദിനം ഉയരുന്ന ചില പ്രാർത്ഥനകളില്ലേ, നാളുകളായിട്ട് നീ നിലവിളിക്കുന്ന ചില നിയോഗങ്ങളില്ലേ. യേശുവേ, യേശുവേ, യേശുവേ. നാളെ നീ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരിക്കാം. നിന്റെ കുഞ്ഞൊരു ഇന്റർവ്യൂവിന് പോവുകയായിരിക്കാം. നിന്റെ കുട്ടി ഒരു പരീക്ഷ എഴുതാൻ പോവുകയായിരിക്കാം. നീ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയായിരിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് യേശുവേ, 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 യേശുവേ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. തോരാത്ത കരുണയുടെ പുതുവീഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടുന്ന നിമിഷം, നിന്റെ മുറിവേറ്റ ജീവിതത്തിലേക്ക് ഇതാ തമ്പുരാൻ കർത്താവ് കടന്നു വരുന്ന പരിശുദ്ധ നിമിഷങ്ങളായത്. ദൈവം ഇതാ നിന്റെ ജീവിതത്തോട് അലിവ് തോന്നുന്ന പരിശുദ്ധ നിമിഷം. തമ്പുരാനിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കും. നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒരു അനുഗ്രഹം തരാൻ പോവാ. ഒരു മേൽത്തരം വീഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടാൻ പോവുക. ഡോക്ടർമാർ ഉപേക്ഷിച്ച ഒരു ക്യാൻസർ രോഗിയായിരിക്കാം. 4th സ്റ്റേജ് ആണ് നിന്റെ ക്യാൻസറിന്റെ അവസ്ഥ. ഇതാ കർത്താവ് ഒരു മേൽത്തരം വീഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കുക. പല തവണ സർജറി ചെയ്തിട്ട് സുഖപ്പെടാത്തൊരു രോഗപീഠ, ഭയത്തോടെ അടുത്ത സർജറിയെ നീ നോക്കി നിൽക്കുകയായിരിക്കാം. ഇതാ ദൈവത്തിന്റെ കരുണ ഈ നിമിഷം നിന്നിലേക്ക് ഒഴുകുക. ജനിച്ചു വീണ നാൾ മുതൽ രോഗിയായ കുഞ്ഞിനെ മടിയിലിരുത്തിയായിരിക്കാം നീ ഇപ്പോൾ തമ്പുരാന്റെ മുമ്പിലായിരിക്കുന്നത്. നിന്റെ കുഞ്ഞിന് വേണ്ടി തമ്പുരാൻ കർത്താവ് ഇതാ ഒരു മേൽത്തരം വീഞ്ഞ് ഈ സമയത്ത് വിളമ്പി തരികയാണ്. വിവാഹിതയായ നീ ഒരു കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് ഗർഭാശയ സംബന്ധമായ രോഗത്താൽ ക്ലേശിച്ചു കൊണ്ടിരിക്കുകയാവാം. നാളുകളായിട്ട് കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് കുഞ്ഞില്ലാത്ത ഒരു കുടുംബമായിരിക്കാം നിന്റേത്. ഇതാ ദൈവത്തിന്റെ കരുണ ഒഴുകുക. പ്രിയപ്പെട്ടവരുടെ രോഗക്കിടക്കയിലിരുന്നായിരിക്കാം നീ ഇപ്പൊ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാ നിന്റെ നേർക്ക് തമ്പുരാന്റെ കരുണ ഒഴുകുന്ന, തമ്പുരാന്റെ അഭിഷേകം ഒഴുകുന്ന വിശുദ്ധ നിമിഷങ്ങള്. ദൈവമക്കള് സാധിക്കുമെങ്കിലും കരങ്ങൾ ഉയർത്തി മുട്ടിന്മേൽ നിന്നുകൊണ്ട് തമ്പുരാനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് തമ്പുരാന്റെ കരുണ ക്യാൻസർ രോഗികളിലേക്ക്, തളർന്ന് കിടക്കുന്നവരിലേക്ക്, മാരക രോഗങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, ഹൃദ്രോഗങ്ങളിലേക്ക്, പാൻക്രിയാസ് സംബന്ധ രോഗങ്ങളിലേക്ക്, അസ്ഥി രോഗപീഠകളിലേക്ക്, ത്വക്ക് രോഗപീഠകളിലേക്ക് ഇതാ തമ്പുരാന്റെ കരുണ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബ്രെയിൻ സംബന്ധ രോഗങ്ങള്, നെർവ് സംബന്ധ രോഗങ്ങള്, മാനസിക രോഗികളായിരിക്കുന്നവരിലേക്ക് ഇതാ കർത്താവിന്റെ കരുണ ഒഴുകുന്നു. ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ, യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള് നട്ടെല്ല് സംബന്ധമായി ക്യാൻസർ രോഗമുള്ള ഒരു ദൈവ പൈതലിന് ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
കരൾ സംബന്ധമായ രോഗങ്ങള്, ബ്ലഡ് സംബന്ധമായ രോഗങ്ങള്, ഇതാ ഈശോ മഞ്ഞപ്പിത്ത രോഗങ്ങള്, ഈശോ തമ്പുരാൻ ഏതാനും മക്കൾക്ക് 28ലധികം മക്കൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ വെളിപ്പെടുത്തുന്നു. ശരീരം തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി, സ്ട്രോക്ക് വന്ന ഒരു ദൈവ പൈതലിന് എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വാഹന അപകടത്തിൽപ്പെട്ട് മാരകമായ അവസ്ഥകളിൽ കഴിയുന്ന 4 പേർക്ക് സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധ. കാലിന് വളവുള്ള ഒരു കുഞ്ഞിന് എഴുന്നേറ്റ് നടക്കാനുള്ള കൃപ കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ വെളിപ്പെടുത്തുന്നു. കാഴ്ച സംബന്ധമായിട്ട് രോഗങ്ങള്, കണ്ണിന് മൂടല്, കണ്ണിന് കാഴ്ചക്കുറവുള്ള ദൈവമക്കള് ഏതാനും പേര് ഈ സമയത്ത് ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാഴ്ച കൊടുത്തുകൊണ്ട് കണ്ണിന്റെ രോഗപീഠ സുഖപ്പെടുത്തി ഏതാണ്ട് 40ലധികം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, 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 സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, വിടുതൽ ഒഴുകട്ടെ. സന്തോഷത്തോടെ ആരാധിച്ച് കഷ്ടങ്ങളിലും പതറിടലേ, കണ്ണുനീരിലും തളർന്നിടലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാകുഞ്ഞേ, നിന്റെ ദൈവം ഇതാ. വലിയ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് നിന്റെ രോഗപീഠയിലേക്ക്, നിന്റെ ദുഃഖത്തിലേക്ക്, നിന്റെ ഇല്ലായ്മകളിലേക്ക് ഇതാ ദൈവം ഇടപെടുന്നു. തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, ഈശോയേ, പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഒരു പുതുവീഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. ഒരു പുത്തൻ അഭിഷേകം. കണ്ണുനീരിലും തളർന്നിടലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതല്ലേ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ